എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഓഗസ്റ്റ് മാസം 24-ാം തീയതിയിലെയും 25-ാം തീയതിയിലെയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നലെ നമ്മൾ ചില സാങ്കേതിക തകരാറുകൾ മൂലം നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. ആ ക്വസ്റ്റ്യനുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ഇനിയുള്ള പരീക്ഷകൾക്ക് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, സ്കൂൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. ഉത്തരം അക്വാ ഫിറ്റ്. സ്കൂൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് അക്വാ ഫിറ്റ്. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. കുട്ടികളിലെ മുങ്ങിമരണം തടയുന്നതിനും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി വിദ്യാലയങ്ങളിലെ കുളങ്ങളും നീന്തൽക്കുളങ്ങളും പ്രയോജനപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ സ്കൂൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്ന പദ്ധതി അക്വാഫിറ്റ്. അടുത്ത ചോദ്യം, ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ചാവേ ഡ്രോൺ. ഉത്തരം ദിവ്യാസ്ത്ര. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ചാവേ ഡ്രോൺ ആണ് ദിവ്യാസ്ത്ര. ശത്രു ലക്ഷ്യങ്ങളെ കൃത്യമായി കണ്ടെത്തി സ്വയം പൊട്ടിത്തെറിച്ച് നശിപ്പിക്കാൻ ശേഷിയുള്ള ഈ ഡ്രോൺ പ്രതിരോധ രംഗത്ത് വലിയ ഒരു മുന്നേറ്റമാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് ഇന്ത്യ ദിവ്യാസ്ത്ര എന്ന ചാവേ ഡ്രോൺ വികസിപ്പിച്ചെടുത്തത്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി വീണ്ടും ചുമതലയേറ്റത്. ഉത്തരം ബി ആനന്ദ് നാഗേശ്വരൻ. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി വീണ്ടും ചുമതലയേറ്റിരിക്കുകയാണ് ബി ആനന്ദ് നാഗേശ്വരൻ. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി വെങ്കിട്ടരാമൻ അനന്ത നാഗേശ്വരൻ വീണ്ടും ചുമതലയേറ്റു. രാജ്യത്തിന്റെ സാമ്പത്തിക നയരൂപീകരണത്തിലും വാർഷിക സാമ്പത്തിക സർവേ തയ്യാറാക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്കുവഹിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാളോ വാട്ടർ ക്രാഫ്റ്റ് ശ്രേണിയിലെ മൂന്നാമത്തെ കപ്പൽ. ഉത്തരം INS മംഗ്രോൾ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാളോ വാട്ടർ ക്രാഫ്റ്റ് ശ്രേണിയിലെ മൂന്നാമത്തെ കപ്പലാണ് INS മംഗ്രോൾ. ആഴം കുറഞ്ഞ കടൽ പ്രദേശങ്ങളിൽ അന്തർവാഹിനികളെ കണ്ടെത്തുന്നതിനും തീരദേശ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സാണ് ഇത് നിർമ്മിച്ചത്. ഏത് രാജ്യവുമായി ചേർന്നാണ് ഹോർമോസിൽ പുതിയ കപ്പൽചാൽ നിർമ്മിക്കാനുള്ള കരാറിൽ ഇറാൻ ഒപ്പുവെക്കുന്നത്? ഉത്തരം ഒമാൻ. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ പുതിയ കപ്പൽചാൽ നിർമ്മിക്കുന്നതിനും സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി ഇറാൻ ഒമാനുമായാണ് കരാറിൽ ഒപ്പുവെച്ചത്. അന്താരാഷ്ട്ര എണ്ണ വ്യാപാര പാതയിലെ സുഗമമായ ഗതാഗതത്തിന് ഇത് നിർണായകമാണ്. അടുത്ത ചോദ്യം, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏതു പേരിലേക്കാണ് പുനർനാമകരണം ചെയ്യുന്നതിനായി ശുപാർശ ചെയ്തത്? ഉത്തരം കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യുന്നതിനാണ് ശുപാർശ ചെയ്തത്. കൊച്ചി മെട്രോയുടെ പ്രവർത്തനം മറ്റു ജില്ലകളിലേക്കും, അതായത് തിരുവനന്തപുരം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് മാറ്റി കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാക്കി പുനർനാമകരണം ചെയ്യാൻ ശുപാർശ ചെയ്തത്. അടുത്ത ചോദ്യം, വിദേശത്തു നിന്നും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതി. ഉത്തരം ലോകം കേരളത്തിലെ ക്യാമ്പസിലേക്ക്. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രഗത്ഭരായ വിദ്യാർത്ഥികളെയും ഗവേഷകരെയും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കേരളം ലോകം കേരളത്തിലെ ക്യാമ്പസിലേക്ക്. കേരളത്തിലെ സർവകലാശാലകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഈ പദ്ധതി സഹായകമാകുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോ എല്ലാ ദിവസവും കണ്ട് എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആക്കി പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. സ്കൂൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് അക്വാഫിറ്റ്. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ചാവേ ഡ്രോൺ ദിവ്യാസ്ത്ര. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി വീണ്ടും ചുമതലയേറ്റത് ബി അനന്ത നാഗേശ്വരൻ.
ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാളോ വാട്ടർ ക്രാഫ്റ്റ് ശ്രേണിയിലെ മൂന്നാമത്തെ കപ്പൽ INS മംഗ്രോൾ ഏത് രാജ്യവുമായി ചേർന്നാണ് ഹോർമോസിൽ പുതിയ കപ്പൽ ചാൽ നിർമ്മിക്കാനുള്ള കരാറിൽ ഇറാൻ ഒപ്പുവെക്കുന്നത്? ഒമാൻ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏതു പേരിലേക്കാണ് പുനർനാമകരണം ചെയ്യുന്നതിനായി ശുപാർശ ചെയ്തത്? കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ്. വിദേശത്തു നിന്നും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതി ലോകം കേരളത്തിലെ ക്യാമ്പസിലേക്ക്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്ത് നമ്മുടെ കറണ്ട് അഫെയർസ് സീരീസ് അപ് ടു ഡേറ്റ് ആയി പോകാനായിട്ട് എല്ലാവരും എല്ലാ ദിവസവും നമ്മുടെ ചാനൽ കാണുക. നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നമ്മുടെ ചാനലിൽ നിന്നും ലഭിക്കുമെന്ന് ഉറപ്പു നൽകുന്നതോടൊപ്പം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ശുഭദിന ആശംസകൾ.